ചിറ്റപ്പ. ചിറ്റപ്പ ചിറ്റപ്പ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. ചിറ്റപ്പൻ എഴുന്നേൽക്കുന്നില്ല. എന്താ പാടി എഴുന്നേക്കുന്നില്ലേ? എന്റെ ദൈവമേ, അയ്യോ ശ്വാസമില്ല, ചത്തോടി. അയ്യോ എന്റെ ദൈവമേ, എന്തോ ഒരു പാവമാണ് ഞാൻ ചെയ്തേ. അയ്യോ എനിക്ക് വയ്യ, എല്ലാം നിങ്ങൾ കാരണമാ. നിങ്ങളല്ലേ ഉറക്കുളിക കൊടുക്കാൻ പറഞ്ഞത്. നീ ഇപ്പൊ എന്റെ തലയിലേക്ക് കിട്ടും എല്ലാം കൂടെ. നീ അല്ലേ ഉറക്കുളി കൊടുത്തത്. ഞാൻ പറഞ്ഞത് വെച്ച് അങ്ങനെ കൊടുക്കാവോ? നീ എന്നെ കേരളം നിന്റെ ചിറ്റപ്പനല്ലേ? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ ഒഴിയാൻ നോക്കുവാണോ? എന്നെയും കൊണ്ട് ഈ മഹാപാതകം ചെയ്യിച്ച് നിങ്ങളാണെന്ന് ഞാൻ പോലീസുകാരോട് വിളിച്ചു പറയും. നിങ്ങളുടെ ഓഹരി കച്ചവടം വരുത്തിയ ഇനയായതൊക്കെ. പോലീസോ? എടി ഞാൻ തമാശ പറഞ്ഞു കാര്യമാക്കാതെ വിളിച്ച നമ്മൾ രണ്ടുപേരും അകത്താം. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. ഇത് നമുക്ക് വല്ല വിധത്തിൽ ഒതുക്കാൻ നോക്കാം. ആ ഉദയ കേസ് പോലെ നമുക്ക് വല്ല എടുത്തു വല്ല പൊട്ടക്കെട്ടിൽ വിടാം. നമ്മുടെ കാലം കഴിഞ്ഞിട്ടേ കേസ് തെളിയത്തുള്ളൂ. എന്നാണേലും എന്നാലും എന്തൊരു ക്രൂരനാ നിങ്ങള്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? എന്നാ വേണ്ട, ചെയ്യണ്ട. ആജീവനാകാല ഇരുമുണ്ട് തിന്നാൻ ഒരുങ്ങിക്കും. ജീവനെന്താ കിട്ടുക? ചിലപ്പോ തൂക്കിക്കൊന്നും വരും. അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ? എനിക്കറിയത്തില്ല. നീ എത്ര ഉറക്കുളിയാ കൊടുത്തത്? ഞാൻ എണ്ണിയില്ല. കാലാവധി കഴിഞ്ഞതായതുകൊണ്ട് കൈ കിട്ടിയത് മുഴുവൻ ഞാനാണ്. ചിറ്റപ്പന്റെ കഞ്ഞിയിലും കിട്ടും. വെറുതെ അല്ല ചിറ്റപ്പൻ തട്ടിപ്പോയത്. എടീ കറിക്ക് മസാല ഇടുന്നവരാണോ ഈ ഉറക്കുളിയൊക്കെ കൊടുക്കുന്നത്? ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യൂ മനുഷ്യ. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. കാണാണ്ട് വരുന്നു. ഇനിയിപ്പൊ എന്നാ ചെയ്യുന്നേ? ഒപ്പിടി ആ ചിറ്റപ്പനെ പിടിച്ച് ആ കസേരോട്ടിരുത്ത്. ഓ ഒന്ന് പിടിച്ചേ. ചിറ്റപ്പൻ ചിരിച്ചോണ്ടാ ചത്ത് കിടക്കുന്നേ. നോക്കിയടി ആരാണ്? അങ്ങപ്പുറത്തെ ജോർജാ. നിങ്ങളൊന്ന് പറഞ്ഞു വിട്. ആ ജോർജോ എങ്ങോട്ട് പോകുക? അയ്യോ ഇവിടെ അവക്ക് ഭയങ്കര ചിക്കപ്പൊക്ക. അതുകൊണ്ട് അവത്തോട്ട് വിളിക്കാനുള്ളൂ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ. ഓക്കെ. ആ മാരണം പോയി കിട്ടി. എന്നാലും എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറയണ്ടായിരുന്നു. അയാൾ അത് ചെന്ന് അയാളുടെ കെട്ടിയോളോട് ആ പരദൂഷണം അമ്മണിയോട് പറഞ്ഞു കൊടുക്കും. അയാളെ പറഞ്ഞിടാൻ വേറെ മാർഗം ഒന്നും കിട്ടിയില്ല. എടി ചിറ്റപ്പനെ എടുത്ത് നമുക്ക് അകത്തെ മുറിലെങ്ങാനും കൊണ്ട് കിടത്താം. പാതിരാത്രിയിലെങ്ങാനും പറമ്പിനപ്പുറത്ത് കൊണ്ട് കുഴിച്ചിടമ്പാ. എന്നാലും നമ്മളൊരു വലിയ പാതകമാണ് ചെയ്തത്. നല്ല ചിറ്റപ്പനായിരുന്നു. കാര്യം ശരിയാ. നിന്നോട് വലിയ കാര്യമൊക്കെ ആയിരുന്നു പുള്ളിക്ക്. ആ നശിച്ച ഒരു കച്ചവടത്തിലൂടെ പാപ്പരായി എനിക്ക് സത്യത്തിൽ സുബോധം തന്നെ നഷ്ടമായി. പണവും പെണ്ണും ആ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഇനി പറഞ്ഞു പറഞ്ഞ് എന്നെ കുറ്റം പറ. ഞാൻ നിങ്ങൾ പറഞ്ഞതേ ചെയ്യുള്ളൂ. എന്റെ ദൈവമേ, എനിക്ക് ജയിലിൽ പോവാൻ വയ്യ. ഒന്ന് പിടിയടി, പിടി. അച്ചായോ അച്ചായോ ഒന്ന് ഓടി വന്നേ. എടി ഇങ്ങനെ കിടന്ന് അല്ലാതെ ആളുകൾ ഓടി വരും. അപ്പുറത്തെ മുറിൽ ശവം കിടക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. അതല്ലേ പറയാൻ വന്നത്. ചിറ്റപ്പന്റെ ശവം കാണുന്നില്ല. എന്തായി പറഞ്ഞത്? ശവം കാണുന്നില്ലെന്നോ? നമ്മൾ കുറച്ചു മുമ്പല്ലേ അകത്തെ മുറി കൊണ്ട് കിടത്തിയത്. എനിക്കൊന്നും അറിയില്ല. നീ നമ്മുടെ അയൽക്കാർ വല്ലതും എടുത്തോണ്ട് പോയതാണോ? എനിക്കതാ സംശയം. എന്റെ ദൈവമേ, ഇരുമ്പുണ്ട തന്നെ എന്നെ തല തിരിയുന്നു. ഇനി എന്നാ ചെയ്യുന്നേ? എല്ലാം ഒപ്പിച്ച് എന്നോടാ ചോദിക്കുന്നത്. ഇത് നല്ല കൂത്ത്. മനുഷ്യ, എല്ലാം കൊണ്ടും എന്റെ ചിറ്റപ്പന പോയത് കേട്ടോ. നിങ്ങളുടെ വാക്ക് കേട്ടത് മാത്രമാണ് എന്റെ ദോഷം. പോലീസിൽ പോയി ഞാൻ മാപ്പ് സാക്ഷിയാവും കേട്ടോ. ചങ്ങിക്കൊന്നും വർത്താനം പറയാതെ. എന്നാലും ആ ചിറ്റപ്പന്റെ ശവോടെ പോയി അവിടെ നോക്കിയല്ലായിരുന്നു ശരിക്ക്. ഇനി ഈ വീട്ടിൽ നോക്കാൻ ഒരിടവും ബാക്കിയില്ല. ഒരു വല്ലാത്ത പരീക്ഷണം തന്നെ. ഇതിനേക്കാ ഭേദം ഉള്ള കഞ്ഞി പങ്കിട്ട് ചിറ്റപ്പനെ കൂടി ഇവിടെ കൂടെ കൂട്ടുന്നതായിരുന്നു. നേരത്തെ ശവം ഒളിപ്പിക്കാനായിരുന്നു പാട്. ഇനിയിപ്പോ ശവത്തെ കണ്ടുപിടിക്കുകയും കൂടെ വേണം. എന്ത് ചെയ്യും? ഒരാളുണ്ട്, മരിച്ചവരെയും മരിക്കാത്തവരെയും കണ്ടുപിടിക്കുന്ന ഒരാൾ.
അതാരാ? കണിയാൻ തന്ത്രി. നിങ്ങളുടെ ഉറ്റ സ്നേഹിതനല്ലേ? ഓ, ആ ഒരു ഫ്രോഡിന്റെ കുറവുകൂടെ ഉള്ളു. ഇനി അയാളെ വിളിച്ച് നമ്മൾ എന്ത് പറയടി? ചിറ്റപ്പൻ മരിച്ചെന്നോ അതോ കൊന്നെന്നോ? ചിറ്റപ്പൻ ഇവിടെ വന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് പുണ്യയാത്രയ്ക്ക് പോയ ചിറ്റപ്പൻ എവിടെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അത് വേണോടി, അബദ്ധത്തിലെങ്ങാണ് അയാൾ ഗണിച്ചറിഞ്ഞാലോ? എന്തായാലും ആയ കാലത്ത് നിങ്ങളും അയാളെ സഹായിച്ചിട്ടുള്ളതല്ലേ. അയാൾ വല്ലതും ഗണിച്ചറിഞ്ഞാൽ അതിനുള്ള പോം വഴിയും അയാളോട് തന്നെ നമുക്ക് ചോദിക്കാം. ശരി ശരി, കണിയാന്തന്ത്രയെ വിളിക്കാം. ഇവിടെ ആരുമില്ലേ സ്വാമിയെ? ഇവിടെ ആരുമില്ലേ? നിങ്ങളിത് എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇത് നല്ല കഥ. തുറന്നു കിടക്കുന്ന വാതിൽ കൂടി അകത്ത് കയറാൻ എനിക്കൊരു മന്ത്രത്തിന്റെയും ആവശ്യമില്ല. എന്റെ കോയിറ്റിലമ്മേ, രക്ഷിക്കണം. രാത്രി ഞാൻ വാതിലടച്ചതാണല്ലോ, അതെങ്ങനെ തുറന്നു? ബാലിശമായ വിനോദങ്ങൾ വിടൂ, എനിക്ക് സമയമില്ല. എന്താണ് എന്നെ അത്യാവശ്യമായി വിളിപ്പിച്ചത്? എന്നാൽ ആ വാതിലതെങ്ങനെ? അത് പോട്ടെ. അതെ, എന്റെ ചിറ്റപ്പൻ 6 വർഷങ്ങൾക്ക് മുമ്പ് തീർത്ഥാടനത്തിന് പോയതാ. ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ചിറ്റപ്പൻ എവിടെയുണ്ടെന്ന് ഒന്ന് പറയാമോ? എന്റെ കുവൈറ്റിലമ്മേ, ഈ നിസ്സാര കാര്യം ചോദിക്കാനായിരുന്നെങ്കിൽ എന്നെ മൊബൈലിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. എന്റെ മൊബൈൽ നമ്പർ അറിയത്തില്ലയോ? എടാ ഇത് കളിയല്ല, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയണം ചിറ്റപ്പൻ എവിടെ ഉണ്ടെന്ന്. അല്ലെ കാര്യങ്ങൾ കുഴയും. ഞാനൊന്ന് നോക്കട്ടെ. ഓം ഹ്രീം സ്വാഹ, ഓം ഹ്രീം സ്വാഹ, ഓം ഹ്രീം ചിറ്റപ്പനായ സ്വാഹ, ഓം ഹ്രീം സിസർഫുൾറായ സ്വാഹ. ഇവിടെ ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? നിങ്ങളുടെ വാസ്തുശാസ്ത്രം അത്ര ശരിയല്ല. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ കിടപ്പ് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ വീടിന്റെ കിടപ്പൊന്നും നോക്കണ്ട, ചിറ്റപ്പന ഉണ്ടെന്ന് പറഞ്ഞാ മതി. ഒന്ന് നോക്കട്ടെ. ഓം ഹ്രീം സ്വാഹ, ഓം ഹ്രീം ചിറ്റപ്പനായ സ്വാഹ, ഓം ഹ്രീം ചിറ്റപ്പനായ കളത്തിൽ വരാൻ ചിറ്റപ്പ, ചിറ്റപ്പ കളത്തിൽ വരാൻ. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. ഞാനൊരു ഞെട്ടുന്ന സത്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. ഞാൻ പറയട്ടെ? ഇനി എന്തിനാ മറച്ചു വെക്കുന്നേ? പറ, എല്ലാം പറ, വിധി പോലെ വരും. അതെ, വിധിയാണെല്ലാം. നിങ്ങളുടെ ചിറ്റപ്പൻ പറയൂ. നിങ്ങളുടെ ചിറ്റപ്പൻ 5 വർഷം മുമ്പ് മരിച്ചുപോയി. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. കറിയാന് തെറ്റി. എന്റെ കുവൈറ്റിലമ്മേ, എനിക്കറിയാം നിങ്ങളിത് വിശ്വസിക്കില്ലെന്ന്. പക്ഷേ ശാസ്ത്രം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും നീ ഒത്തിരി പുരോഗമിച്ചു പോയി കേട്ടോ. കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാ നീ പറയണം. സമയം പോയി. എനിക്ക് ഇനിയും പലയിടങ്ങളിൽ പോകാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. കുവൈറ്റിലമ്മ കാക്കും.